ഈ അടുത്ത നാളുകളിലായി ഉയർന്നു വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് FCRA നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു എന്നുള്ള വാർത്ത. ഇത് ക്രൈസ്തവ സഭകൾക്കിടയിലും പൊതുസമൂഹത്തിൽ സാമൂഹ്യ ശുശ്രൂഷാ പ്രവർത്തനങ്ങൾ വിദേശ സഹായത്തോടു കൂടി നിർവഹിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെ ഇടയിലും കടുത്ത ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ തന്നെ നിലവിൽ വളരെ കൃത്യവും കർക്കശവുമായ നിയമങ്ങൾ വിദേശ സഹായം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് നിലവിലുണ്ട്. ഒരു രൂപ പോലും കേന്ദ്ര ഗവൺമെൻറ് അറിയാതെ ഈ രാജ്യത്ത് ഒരു ഏജൻസിക്കും ലഭ്യമാവുകയില്ല. മുൻകാലങ്ങളിൽ ഓരോ ഏജൻസികൾക്കും അവരവരുടെ പ്രദേശത്തുള്ള ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങുകയും അവിടെ പണം സ്വീകരിക്കുകയും ചെയ്യാമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ നിയമ ഭേദഗതിയുടെ ഫലമായിട്ട് ഡൽഹിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിശ്ചിതമായ ഒരു അക്കൗണ്ടിലേക്ക് മാത്രമേ ഈ പണം വരുവാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കർശനമായ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് ആ പണം വരുന്നതും ആ പണത്തിൻ്റെ വിനിയോഗവും ഗവൺമെൻറ് നൽകിയിരിക്കുന്ന വ്യവസ്ഥകൾക്കനുസൃതമായിട്ട് മാത്രമേ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. വർഷാവർഷം കൃത്യമായി ലഭ്യമാകുന്ന പണത്തിൻ്റെ കണക്കുകളും മറ്റ് രേഖകളുമെല്ലാം ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും മാനുഷികമായ വീഴ്ചകളുണ്ടാവാം, കണക്കിലെ ചില പിശകുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും പരിഹരിക്കുവാനുള്ള അവസരവും സമയവും കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പരിഷ്കൃതമായ ഒരു നിയമ സംവിധാനത്തിന് ആവശ്യമായിരിക്കുന്നത്. എന്നാൽ പൊടുന്നനവേ വളരെ വിചിത്രമായ വ്യവസ്ഥകളോട് കൂടിയ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. എന്തിനാണ് ഇങ്ങനെയൊരു ഭേദഗതി ഇപ്പോൾ കൊണ്ടുവരുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ആ ഭേദഗതിയിൽ ഉൾച്ചേർത്തിരിക്കുന്ന വ്യവസ്ഥകൾ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്കും എന്നല്ല സാമാന്യ നീതിക്ക് പോലും നിരക്കാത്ത വ്യവസ്ഥകളാണ് ചേർത്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു വീഴ്ച വരികയോ അതിലുപരി ഈ FCRA രജിസ്ട്രേഷൻ പുതുക്കുവാനായിട്ട് ഓരോ ഏജൻസികളും പുതുക്കുവാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ അതിനുള്ള അപേക്ഷകൾ നൽകും. പുതുക്കി തരേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളാണ്. അവരത് സമയത്ത് തരാതിരുന്നിട്ട് ഇത് പുതുക്കിയില്ല, ലൈസൻസ് പുതുക്കിയില്ല എന്നുള്ള പേരിൽ അത് റദ്ദു ചെയ്യുവാനും മുൻകാല പ്രാബല്യത്തോടെ വിദേശ സഹായത്തോടു കൂടി ആർജിതമായിട്ടുള്ള എല്ലാ ആസ്തികളും കണ്ടുകെട്ടുവാനുമുള്ള വ്യവസ്ഥകളൊക്കെ വയ്ക്കുക എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്കും സാമാന്യ നീതിക്കും നിരക്കാത്ത ഒരു പ്രക്രിയയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ആത്യന്തികമായിട്ട് ഈ വിദേശ സഹായം എന്ന് പറയുന്നത് ഇവിടെ ക്രൈസ്തവ സഭകൾക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന FCRA ലൈസൻസുകളിൽ 15-20% മാത്രമേ ക്രൈസ്തവ സഭകൾക്കുള്ളൂ. ബാക്കിയുള്ളത് മുഴുവനും മറ്റ് മതവിഭാഗങ്ങൾക്കും മതങ്ങളുമായിട്ട് ബന്ധമില്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന, വ്യക്തിഗതമായിട്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യ സന്നദ്ധ സംഘടനകൾക്കുമൊക്കെയാണുള്ളത്. അപ്പോൾ ഈ പണം ആത്യന്തികമായിട്ട് വിനിയോഗിക്കപ്പെടുന്നത് ഈ രാജ്യത്തിൻ്റെ പൗരന്മാരായ പാവപ്പെട്ടവരും ദളിതരും ആദിവാസികളും അവഗണിക്കപ്പെട്ടവരുമായ മനുഷ്യരുടെ വിദ്യാഭ്യാസപരവും ആരോഗ്യപരവും സാമൂഹികവുമൊക്കെ ആയ ഉന്നതിക്ക് വേണ്ടി, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകിച്ചും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബഹുഭൂരിപക്ഷം വിദേശ സഹായവും ഉപേക്ഷിക്കുന്നത്. ഇവിടെ നടത്തപ്പെടുന്ന ആതുരാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, അനാഥശാലകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയാണ് ഈ പണം വിനിയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അന്യായമായിട്ട് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കാൻ പോകുന്നത്. മറ്റൊരു വിഷയമുള്ളത്, വിദേശ സഹായം ലഭിക്കുമ്പോൾ സഹായം നൽകുന്ന ആളിൻ്റെ ലക്ഷ്യം, അയാളുടെ നിയോഗം എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിയോഗം അനുസരിച്ച് മാത്രമേ ഈ പണം വിനിയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നതും. ആതുരാലയത്തിന് തരുന്നതാണെങ്കിൽ ആതുരാലയത്തിന് വേണ്ടി തന്നെ വിനിയോഗിക്കണം. അനാഥശാലയ്ക്ക് നൽകുന്നതാണെങ്കിൽ അനാഥശാലയുടെ നടത്തിപ്പിന് വേണ്ടി തന്നെ വിനിയോഗിക്കണം. അങ്ങനെ നൽകപ്പെടുന്നൊരു പണം ഇവിടുത്തെ ഗവൺമെൻറ്റിന് ആസ്തി കൂട്ടാൻ വേണ്ടിയല്ല. ഇതെല്ലാം പിടിച്ചെടുത്ത് ഗവൺമെൻറ്റിൻ്റെ ആസ്തിയിലേക്ക് ലയിപ്പിക്കും എന്ന് പറയുമ്പോൾ ഈ
സംഭാവന നൽകുന്ന ആളുകളുടെ ഇൻറ്റൻഷൻ ഓഫ് ദി ഡോണർ എന്ന് പറയുന്ന കാര്യം പരിഗണിക്കപ്പെടാതെ പോവുകയാണ്. അപ്പോൾ ഈ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യം എന്നുള്ള രീതിയിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ കൂടിയാലോചനകളും ചർച്ചകളും നടത്തി ഈ ആശങ്കകൾ പരിഹരിച്ച് ന്യായമായ രീതിയിൽ ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അധികാരികൾ, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ സഹകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. KCBCയും CBCIയും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുമൊക്കെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുമായിട്ട് ഇതേക്കുറിച്ച് ബന്ധപ്പെടുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശാശ്വതമായ നല്ല ഒരു പരിഹാരം ഈ പ്രശ്നത്തിനുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.